ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വല്യപ്പട മോളുടെ ബേബി ഷവറിന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ് പങ്കെടുക്കാൻ പോകുന്നത്. ഞാനും ഫസ്റ്റ് നൈം കൂടെ ഒരുമിച്ചുള്ള ഒരു ഫാമിലിയിലെ ഫസ്റ്റ് പരിപാടിയാണിത് അല്ലേ? അതെ അതെ അതെ. അതുകൊണ്ട് ഞാൻ കുറച്ചധികം ഗൈസ് നമ്മുടെ തീം എന്ന് പറഞ്ഞാൽ ഫ്ലോറൽ തീമാണ്. ഇവൻ എന്ത് തീമാണ് നീ ഇട്ടിരിക്കുന്നത്? പെറ്റൽസ് ആണ്. ഞാനിത് പെറ്റൽ തീം. ഞാനല്ല, ഞങ്ങൾ എല്ലാവരും ഫ്ലോറൽ തീം ഇടണമെന്നാണ് നെസ്നിത പറഞ്ഞത്. എനിക്കറിയില്ല ബാക്കിയുള്ളവരൊക്കെ എന്താ. ഞാൻ എന്തായാലും ഇതിനു വേണ്ടി പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചു. ഗേൾസ് എല്ലാരും അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്ത് എന്തൊക്കെയോ ഇടുന്നുണ്ട്. ബോയ്സിന് അങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ല. സോ ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി നമ്മളൊരു വെള്ള ഷർട്ടാണ് ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ചേരുന്നുണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, അടുത്തൊക്കെ നിക്കാം. എന്താടി ഇവിടെ എന്തോടെ കാലെ കുത്തി കയറുന്ന? 4 മണിക്കാണ് പരിപാടി. ഇപ്പൊ 3 മണിയായി. ബേസാ ഗൈസ് കൊടൈക്കനാലിൽ പോയിന്റെ മുഖം മുഴുവൻ ടാൻ അടിച്ച് കരിഞ്ഞ് പൊഴുങ്ങി ഇല്ലേടി? നിന്റെ മുഖത്ത് വലിയ സീനില്ല. എന്റെ ഫേസിൽ അങ്ങനെ വേഗം ടാൻ ആവാറില്ല. പക്ഷെ എന്റെ ഫേസ് നീ നല്ല കറുത്ത കേട്ടാ. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ അത് കറുത്ത് തടിച്ച് മധുരം എല്ലാം കൂടെ അടിച്ച് കേറ്റി. ഷിറ്റ്. എപ്പോഴും പറയാറുള്ളത് പോലെ ഞാൻ ഡയറ്റ് എടുത്ത് തിരിച്ചു വരുമായിരിക്കും. ഈ മാസം ഞാൻ ഫുൾ ഡയറ്റാണ് ഗൈസ്. എല്ലാവരും നവംബർ ഡിസംബർ കൊണ്ട് ഞാൻ വെയിറ്റ് കുറച്ച് ഒരു പുതിയ മനുഷ്യനായിട്ട് അടുത്ത വർഷം ജനുവരി മുതൽ നമ്മൾ വീഡിയോ ഒക്കെ അടിപൊളിയായിട്ട് ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഫ്യൂച്ചർ പ്ലാൻസ് ആർത്തും പറഞ്ഞുകൂടെന്നാണ്. എന്നാലും നിങ്ങളെടുത്ത് പറയാം. എന്താ ചിരിക്കുന്ന? അപ്പൊ നമ്മളെല്ലാരും ഇവിടുന്ന് ഇന്നോവയിൽ എല്ലാരും ഒരുമിച്ചാണ് പോകുന്നത്. തസ്നി ഇവിടെ വന്നു. തസ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ നെസ്നി തള, അതായത് ബേബി ഷവർ നടത്തുന്ന. അതിന്റെ ബേബി ഷവറിന്റെ ആളിന്റെ പേരെന്താ പറയുന്നത്? ബ്രൈഡ് ഗ്രൂം പോലെ പുള്ളിക്കാരി എല്ലാം പറയും. മോം. ഓക്കെ, മോമിന്റെ അനിയത്തി നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ എന്റെ അനിയത്തി എന്റെ കൂടെ ഉണ്ട്. അച്ചു ഉണ്ട്, അതായത് എന്റെ അനിയൻ. പിന്നെ അപ്പുറത്ത് കൊച്ചാപ്പാട മോൻ. പിന്നെ ദേ ഇവളോ. സത്യത്തിൽ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു മിക്കവാറില്ല ടേബിളിൽ കേക്ക് കട്ടിങ്ങും പിന്നെ മിക്കവാറും ഒരു റീല് ഞാൻ പൂശും. എല്ലാവരെയും വെച്ച് നമുക്കൊരു ഷോർട്ട് റീല് ഞാൻ എന്തായാലും സെറ്റ് ആക്കും. നിങ്ങൾ ഇത് കണ്ടായിരുന്നു നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഒക്കെ നമ്മുടെ റൂമിൽ തൂക്കി ഗൈസ്. കണ്ടില്ലേ? ഇത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും വീഡിയോ കാണുന്നവരാണെങ്കിൽ. പിന്നെ ഒരെണ്ണം ഇവിടെ തൂക്കി, പിന്നെ വേറൊരെണ്ണം എവിടെയും തൂക്കിയായിരുന്നു നമ്മള്. പിന്നെ ബെഡിന്റെ അവിടുത്തെ. ഓ, പിന്നെ എനിക്ക് താഴെ ഫാമിലി ഫോട്ടോ താഴെയാണ് ഗൈസ് തൂക്കിയിരിക്കുന്നത്. ഗൈസ് എനിക്ക് ഈ ഹിജാബ് ചുറ്റുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറെ പേരൊക്കെ കമന്റ് കണ്ടിട്ടുണ്ട് എന്താ ഹിജാബ്. എനിക്ക് ചുറ്റുന്ന ഭയങ്കര ഇഷ്ടമാ. പക്ഷെ എനിക്ക് ഹിജാബ് ചുറ്റിയപ്പോ തലവേദന എന്താന്ന് അറിയത്തില്ല. എനിക്ക് ഭയങ്കര തലവേദനയാ. ഇവിടെ എപ്പോഴും ചുറ്റി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് ഊരിയിടും. എന്ന് വെച്ചാ എനിക്ക് ഭയങ്കര തലവേദന എടുക്കും. അത് എന്താ മൈഗ്രെയിൻ അങ്ങനെ എന്താന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇപ്പൊ എന്ത് തീരുമാനിച്ചു മാഡം? ഹിജാബ് ചുറ്റാന്ന് എനിക്കൊരു കൊതി. അപ്പൊ തലവേദന കൂടിയാലേ? ഓൾറെഡി നിനക്ക് ഇപ്പൊ തലവേദന ഇല്ലേ? ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കഴിക്കാം. മോളെ ഹലോ, എന്തുപറ്റി? മറ്റേ ആ ഹെയർ ഡ്രയർ ഒന്ന് തരുമോ? ശരി. ഇത് നോക്കൂ, ഹിജാബി ഫ്രീക്കി. ഡ്രസ്സാണ് ഇടുന്നത്. അതെ ഗൈസ്, ഇതാണ് നമ്മുടെ ഫ്ലോറൽ പ്രിന്റ് വരുന്ന. ഓ, നിനക്കിത് ഓൾറെഡി ഉണ്ടായിരുന്നല്ലേ? കൊള്ളാം കേട്ടോ. താങ്ക് യു. അലിയക്കട്ട് മോഡൽ വരുന്നത്. ഇത് അതിന്റെ ലിങ്ക് നമ്മൾ ഇവിടെ കൊടുത്തേക്കാം. ഏതോ കടയിൽ റെഡിയോ പെട്ടെന്ന്. സമയമില്ല. എനിക്കും അറിഞ്ഞൂടായിരുന്നു ഫ്ലോറൽ പ്രിന്റ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് വരുന്ന പ്രിന്റ് ആണ് ഫ്ലോറൽ എന്ന്. ഫ്ലവേഴ്സ് ഉള്ള എല്ലാത്തിനും ഫ്ലോറൽ എന്നാണ് പറയുന്നത്. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നടക്കുന്നത് നമ്മുടെ നെസ്നിത്താള തന്നെ റിസോർട്ടിലാണ്. റിസോർട്ടിന്റെ പേരാണ് സാങ്ടം സ്പ്രിംഗ്. നീ കണ്ടിട്ടുണ്ടോ അവിടെ വർക്കല ചെല്ലുമ്പോ? നമ്മള് പോയപ്പോ കണ്ടിട്ടില്ലേ? നമ്മളവിടെ പോയ അവിടെ വർക്കല ക്ലിഫിൽ പോയപ്പോ. യെസ്. അകത്ത് കയറിയിട്ടില്ലല്ലോ. ഇത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ കാണിക്കുന്നതിന് മുന്നേ ഇറങ്ങി വന്നു. ശബ്ദം കേട്ടപ്പോ വന്നതാ. എടുത്ത് മുഖത്ത് തേക്കുന്ന വേറെ കളറാക്കിയ മൂക്കുത്തി. ഉമ്മയുടെ കുറെ മൂക്കുത്തി കളക്ഷൻ ഉണ്ട്. ഓ മൈ ഗോഡ്, ഇദ്ദേഹത്തെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. എന്ത് ക്രീമാണ് നീ ഇടുന്നത്? ഇത് മോയ്സ്ചറൈസർ ആണ്. ഞാൻ വെറും മോയ്സ്ചറൈസർ മാത്രമാണ് യൂസ് ചെയ്യാറ്. അതല്ലേ, ബാക്ക്ഗ്രൗണ്ടിൽ ബെഡ്റൂം കാണുമ്പോ തന്നെ താങ്കളുടെ ഒരു ഡ്രസ് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് നീ ഇറങ്ങുമ്പോ ക്ലീനർ വരുമോ? ക്ലീൻ ആക്കാൻ. എന്നാ നമുക്ക് ഇനി അസ്നയുടെ റൂം ടൂറിലോട്ട് പോവാം. അസ്നയുടെ റൂം ടൂർ.
അസ്നാടെ എല്ലാവരുടെയും വാൾഡ്രോബ് എന്ന് പറയുമ്പോ ഒരു ഇതായിരിക്കും, പക്ഷെ വെറൈറ്റി വാൾഡ്രോബാണ് അസ്നാടത്. ഇത് ഞാനേ എനിക്ക് പറയാനുള്ള കേൾക്കും. ഇത് ഞാൻ എന്റെ അൽമിറയിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങൾ എടുത്തോണ്ടിരുന്നപ്പോൾ ഇങ്ങോട്ട് വീണതാണ്. ഏറ്റവും അടിയിലെ സാധനമാണ് എടുത്തത്. ആ യെസ്, ഇത് ഞാൻ പിന്നെ തേച്ചെടുത്തതാണ്. ഓക്കെ ഓക്കെ ഫൈൻ. എന്തായാലും വാർഡ്രോബ് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അതെ, ഒലയൊന്നും ഇല്ല, ഇറങ്ങി പോകണം. ഞാൻ എന്റെ കോസ്മെറ്റിക്സ് എല്ലാം മൂത്തമ്മയുടെ വീട്ടിലാണ്. താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? പരിപാടിക്ക് തന്നെ വിളിച്ചു, അതുകൊണ്ട് ഓ അങ്ങനെ. താടി അതാണ് എന്റെ മൂത്തുന്ന. എന്നാ എനിക്കും കൂടെ കുറച്ച്, ഞാൻ ടാനടിച്ച് കരിഞ്ഞിരിക്കുക. ഓരോ ഫേസിനും 50 രൂപ വെച്ച്. നമ്മുടെ വീട്ടിൽ പുതിയ 2 അതിഥികൾ വന്നിട്ടുണ്ട് ഗൈസ്, കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് നമ്മൾ മേടിച്ച ഫിഷ് ടാങ്ക് അല്ലേ? അതിനിങ്ങനെ ഗുണം ഉണ്ടായല്ലോ. ഫിഷ് ടാങ്ക് മേടിച്ച് 2-3-4 മാസമായി, ഇതുവരെ നമ്മൾ അതിനകത്തൊന്നും ഇടാൻ പറ്റിയില്ല. എപ്പോഴും പറയും മീനെ മേടിക്കാൻ പോകും, അപ്പൊ അവൻ പറയും വീഡിയോ എടുക്കണ്ടേ, പിന്നെ മേടിക്കും പിന്നാണ്. പക്ഷെ നമ്മളിപ്പോ കൊടൈക്കനാലിൽ പോയിട്ട് വന്നപ്പോ ഇവിടെ 2 മീനുമായിരിക്കും നമ്മുടെ ഫിഷ് ടാങ്ക്. മേടിച്ചു വെച്ചാന്ന് മിട്ടും സുട്ടോ. മീ വരുന്നില്ലേ? വാ മീ. വലിയൊരൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അത് ചിൽഡ്രൻസ് ഓൺലി ആണോ? ഞാൻ പറഞ്ഞെടി ഞാനും വരുന്നെന്ന് പറഞ്ഞു. ആ കുഞ്ഞുമ്മയും പറഞ്ഞു ഉമ്മ വരുന്നു. വരുന്നോ? അല്ല വാപ്പിച്ചി പറഞ്ഞു ഷൈജയും കൂടെ കൊണ്ടുപോകാൻ. അങ്ങനെ നമ്മളെല്ലാം റെഡി ആയിരിക്കുകയാണ്. ഫസ്ന റെഡി, അച്ചു റെഡി, അക്കു ആൻഡ് അസ്ന റെഡി. ഇനി നമുക്ക് തസ്നിയെ പിക്ക് ചെയ്തിട്ട് അവിടുന്ന് നേരെ വർക്കലയിലോട്ട്. അങ്ങനെ അവസാനം നമ്മളുടെ പരിപാടി നടക്കുന്ന റിസോർട്ടിന്റെ കോമ്പൗണ്ടിൽ എത്തിയിരിക്കുന്നു ഗൈസ്. അച്ചു എന്താണ് പോസ്റ്റ്, എന്താണ് പറയാനുള്ളത്? നമ്മുടെ നസീത്താടെ സംഭവം പരിപാടി നടക്കില്ലേ, അപ്പൊ നമ്മളെല്ലാരും ഇവിടെ നമ്മളുടെ റിസോർട്ടിൽ എത്തിച്ചതുകൊണ്ട് ഇനി നമ്മുടെ റീൽസ് ആണ് എനിക്ക് കാണാൻ പോകുന്നത്. ഓ ഇതാണ് നമ്മുടെ റിസോർട്ട്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടോ? സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, വൈകുന്നേരം നമ്മള് സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നുണ്ട്. അതല്ലേ, ഇപ്പൊ നമ്മുടെ പരിപാടി എന്താ? ഇത് കണ്ടോണ്ട് ഇങ്ങനെ വായുമ്പോഴോ നിൽക്കണം? അല്ല, ഇനി കേക്ക് മുറി പരിപാടി ഉണ്ട്, അതായത് റീൽസ് എടുപ്പുണ്ട് നസീത്തായിട്ട്. ഓ മൈ ഗോഡ്, എന്താണ് പറയാനുള്ളത് ഈ ഒരു പരിപാടിയെ പറ്റി? പരിപാടി എന്തുവാ? സൂപ്പർ പരിപാടിയാണ്. പരിപാടി എന്തുവാ? ബേബി ഷവർ ബേബി ഷവർ മതി. നമ്മളങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു, ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു ഗൈസ്. അതിൻ്റെ ഇടയിൽ ഞാനും അസറും ഒരു കൊച്ചു ഫോട്ടോ ഷൂട്ട് കാച്ചി. നമ്മൾ കേക്ക് കഴിച്ചു, ജ്യൂസ് കുടിച്ചു. നമ്മൾ നല്ല കിടിലം ഫോട്ടോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അങ്ങനെ നമ്മുടെ മം ടു ബിയുടെ പ്രോഗ്രാം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ്